ഗൈസ്, അപ്പം ഞാൻ എന്താ തലയ്ക്ക് കൈ കൊടുത്തേക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വേറെ ഒന്നുമല്ല ഗൈസ്, വെയിലായിട്ട് ഞാൻ തലയ്ക്ക് കൈ കൊടുത്തതാണ്. അപ്പം ഞാനും എൻ്റെ മാതാശ്രീയും കൂടെ പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. ഏക്കും പൂക്കും ഒന്നും അറിയാത്ത ഞാനും എൻ്റെ മാതാശ്രീയും കൂടെ പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ടിക്കറ്റ് എടുത്തു. അങ്ങനെ പത്തനംതിട്ട എത്തി. അപ്പോൾ പത്തനംതിട്ട എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ 10 പേരോട് ചോദിച്ച് വഴിയൊക്കെ ചോദിച്ച് പോയി. എൻ്റെ മമ്മി ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആരോടും ചോദിക്കത്തും പറയത്തൊന്നുമില്ല. അങ്ങനെ ഞാനാണ് വഴിയും ചോദിച്ചത്. അപ്പം നമ്മളവിടെ ലാഭമേളയ്ക്ക് പോയതാണ്. ഇൻസ്റ്റയിൽ കുറേ പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളവിടെ പോയത്. അങ്ങനെ 1 രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ സമയം കഴിഞ്ഞ് പോയി, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഉള്ള സാധനം മേടിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എൻ്റെ മമ്മി ഭയങ്കര ബുദ്ധിമതി ആയതുകൊണ്ട് തന്നെ എന്നെ അടൂർ ബസ്സിൽ കയറ്റി ഓമല്ലൂരോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ അത് ഓമല്ലൂർ റൂട്ട് പോകുന്ന ബസ്സല്ലായിരുന്നു. എന്നിട്ട് ആ ബസ്സിലെ ചേട്ടൻ പറഞ്ഞു, അയ്യോ മോളെ, ഇത് ഓമല്ലൂർ പോകുന്ന ബസ്സല്ല, മോളെ പൊക്കോ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ഈ കട കണ്ടോ, ഞാൻ എപ്പോഴേലും കയറണമെന്ന് വിചാരിക്കുന്ന ഒരു കടയാണ്. എൻ്റെ ഭാവിയിൽ എപ്പോഴേലും എനിക്ക് കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ നമ്മളൊരു ബസ്സിൽ കയറി നമ്മൾ ഓമല്ലൂർ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ കാണാം, എന്തോ ഒരു ക്ലൈമറ്റ്. നമ്മളവിടെ ഇറങ്ങി, എന്നിട്ട് ഓട്ടോ പിടിച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഫ്രൂട്ടിങ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം എൻ്റെ മമ്മി ഒരു സാധനം കണ്ടുപിടിച്ചു ഗായ്സ്. അത് എൻ്റെ നെറ്റിയിൽ വെച്ച് പൊട്ടിച്ച് തന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മ വന്നത്. അങ്ങനെ വീണ്ടും എനിക്ക് പൊട്ടിച്ച് തന്നു. പിന്നെ നമ്മൾ സാധനവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം. അപ്പം ബൈ.